പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കൾക്ക് ക്രൂര പീഡനം. യുവാക്കളുടെ സ്വകാര്യ ഭാഗത്ത് സ്റ്റാപ്ലർ പിൻ അടിച്ചു, കെട്ടിത്തൂക്കി മർദ്ദിച്ചു. ആഭിചാര കർമ്മങ്ങൾ ചെയ്തതായും സൂചന. ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മിയും അറസ്റ്റിൽ. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അവധിയെടുത്ത് സഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒരു വിഭാഗം നേതാക്കളും. സ്പീക്കർ AN ഷംസീറിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയും ഒപ്പം NM വിജയന്റെ മകൾ പത്മജിയുടെ ആത്മഹത്യാ ശ്രമവും അടക്കമുള്ള വിവാദങ്ങളിൽ കുഴങ്ങി വയനാട്ടിലെ കോൺഗ്രസ്. പത്മജിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുള്ള വിമർശനം തുടരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. ഗുരുവായൂരിൽ ഭക്തജനത്തിരക്ക്. ഉച്ചയ്ക്ക് ശേഷം നാടെങ്ങും വിപുലമായ ശോഭായാത്രകൾ. ആറന്മുളയിൽ അഷ്ടമിരോഹിണി വള്ളസദ്യ. ആഘോഷ പരിപാടികളുടെ സമഗ്ര കവറേജ് ന്യൂസ് 18. തിരുവനന്തപുരത്ത് അമീബിക് മെനഞ്ചൈറ്റിസ് ബാധിച്ച 17-കാരന്റെ നില തൃപ്തികരം. രോഗം ബാധിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ നിന്നും. 3 കുട്ടികൾ നിരീക്ഷണത്തിൽ. പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥി പൂളിലിറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 16-ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ട്. മുദിക്കയിലെ ലഷ്കർ ഇ തൊയ്ബ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ ന്യൂസ് 18-ന്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രളയ ദുരിതാശ്വാസത്തിനെന്ന പേരിൽ പാകിസ്ഥാൻ സർക്കാർ അനുവദിച്ച പണം ഉപയോഗിച്ച്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു. ഇന്ന് അസമിൽ സന്ദർശനം നടക്കുന്നു. 19,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 2 പൊതുയോഗങ്ങളിലും മോദി പ്രസംഗിക്കും. ഏഷ്യ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന് ദുബായിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും ആദ്യമായി നേർക്കുനേർ. ഇന്ന് സഞ്ജു സാംസണും കളത്തിലിറങ്ങിയേക്കും. ആദ്യ മത്സരങ്ങൾ ജയിച്ച് ഇരു ടീമുകളും മികച്ച ഫോമിൽ. ചൈനയ്ക്ക് 50 മുതൽ 100% വരെ തീരുവ ചുമത്താൻ നാറ്റോയോട് നിർദ്ദേശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ കൂട്ടിയാൽ റഷ്യയ്ക്കുള്ള ചൈനീസ് സഹായം അവസാനിക്കുമെന്ന് നിഗമനം. നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചാൽ റഷ്യയ്ക്ക് മേൽ വൻ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറെന്നും ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങരുതെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് നാളെ തുടക്കം. രാഷ്ട്രത്തലവന്മാരുടെ യോഗം. ഖത്തറിന് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുനിലപാടും സംയുക്ത നടപടിയും യോഗത്തിൽ ചർച്ചയാവും. നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ രൂപീകരണം ഇന്ന് നടക്കും. പ്രക്ഷോഭത്തിനിടയിലെ അക്രമങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിനെക്കുറിച്ച് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനോട് നിർദ്ദേശിക്കാനും നീക്കം.